الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം കാര്യം ഒന്നാമത്തത് ഷഹാദത്ത് കലിമയാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ മദ്രസയിൽ വെച്ച് പഠിച്ചതാണ്. ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുക. അത് ആ പഠിച്ചിടത്ത് തന്നെ വെച്ചിരിക്കുകയാണ് പല മുസ്ലിമീങ്ങളും. ഇസ്ലാം കാര്യം 2, 3, 4, 5 വലിയ ചർച്ചയാണ്. നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും വളരെ വിശദമായി അത് സംബന്ധമായി പഠിക്കും. എന്നാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം ഷഹാദത്ത് കലിമയാണ്. ഒരാൾക്ക് മുസ്ലിമാകണം, ഷഹാദത്ത് കലിമ കൊണ്ടാണ് മുസ്ലിമാവുക. ഒരാൾ ഇവിടെ ജീവിച്ച് ജീവിതം അവസാനിപ്പിച്ച് ആഖിറത്തിലേക്ക് പോവുകയാണ്. അവിടെയും വേണ്ടത് കലിമ ഷഹാദ തന്നെയാണ്. മൻകാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാനത്തെ വാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ സ്വർഗത്തിലേക്ക് പോകാം. സ്വർഗത്തിൽ പൗരത്വം ലഭിക്കാനുള്ള അടിസ്ഥാനപരമായ രേഖ അതാണ് ഷഹാദത്ത്. ആ കാര്യത്തിൽ ജാഗ്രത കുറവ് സമൂഹത്തിന് നല്ലോണമുണ്ട്. അതേക്കുറിച്ച് ആലോചിക്കാറില്ല. എവിടെയാണ് എൻ്റെ ഷഹാദത്തിന് തകരാറ് എന്നതിനെ കുറിച്ച് ആലോചിക്കാറില്ല. നമുക്കിപ്പോ നമ്മളൊക്കെ SIR വർക്കിലാണല്ലോ. വളരെ പ്രധാനപ്പെട്ടതാണ്. നല്ല ശ്രദ്ധയോടുകൂടി എല്ലാവരും അത് കൈകാര്യം ചെയ്യണം. ശ്രദ്ധക്കുറവ് കൊണ്ട് അബദ്ധം പിണയേണ്ടവനല്ല സത്യവിശ്വാസി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പല ഹദീസുകളിലൂടെയും ഉണർത്താറുണ്ട്. പറഞ്ഞു വരുന്നത് അതിലെല്ലാം വളരെ ജാഗ്രതയോടുകൂടി എല്ലാ സമുദായ അംഗങ്ങളും പ്രവർത്തിക്കുമ്പോൾ ശാശ്വതമായ സ്വർഗത്തിൽ അംഗത്വം നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള ഷഹാദത്ത് അത് വിശദമായി പഠിക്കപ്പെടുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ ഷഹാദത്ത് കലിമ എന്ന് പറയുന്നത് മനുഷ്യന്റെ തൊള്ളയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഏതാനും വാക്കുകൾ, അങ്ങനെ അതിനെ കണക്കാക്കിയിരിക്കുകയാണ്. നേരെ മറിച്ച് ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കപ്പെടേണ്ട ഒരു പരമ യാഥാർത്ഥ്യമാണ് അത് എന്ന ബോധം നഷ്ടപ്പെടുകയാണ്. എന്താണ് ഈ സാക്ഷ്യവചനം? ഷഹാദത്ത് ഒരു കേസ് ഉണ്ടായി എന്നിരിക്കട്ടെ, അന്വേഷണത്തിന് ഉദ്യോഗസ്ഥർ വന്നു. ആരെയാ സാക്ഷി ചേർക്കുക?
കണ്ട ആളെ, ആ സംഭവം ആർക്കാണോ കണ്ട് ബോധ്യപ്പെട്ടത് അവരെയാണ് സാക്ഷിയാക്കുക. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഞാൻ സാക്ഷിയാണ്. എൻ്റെ അകക്കണ്ണുകൊണ്ട് എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന്. ഞാൻ അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചു, റസൂലുള്ളാഹിയുടെ നിർദ്ദേശങ്ങൾ പഠിച്ചു, ഞാൻ ഈ പ്രകൃതിയിലേക്ക് അള്ളാഹുവിന്റെ ആയാത്തുകൾ പരിശോധിച്ചു. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു അള്ളാഹു ഉണ്ട് എന്ന്, ആ അള്ളാഹു സൃഷ്ടാവാണെന്ന്, ആ അള്ളാഹു മാത്രമാണ് ആരാധ്യനെന്ന് എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു. ഞാൻ ആ ബോധ്യപ്പെട്ടത് ഇതാ തുറന്നു പറയും. ഇതാണ് ഷഹാദത്ത്. ആ ഷഹാദത്തിന് ഒരിക്കലും ഒരു കോട്ടവും തട്ടാൻ പാടില്ല. അത് ഷഹാദ ശർഇയ്യ, ഖുർആനിലൂടെ മനസ്സിലാക്കിയത്. ഷഹാദ കൗനിയ, പ്രകൃതിയിലൂടെ അള്ളാഹുവിന്റെ ഏകത്വം, ഉലൂഹിയ്യത്ത് നാം മനസ്സിലാക്കിയെടുത്തത്. ഇത് രണ്ടും അള്ളാഹു നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. ഈ ഷഹാദത്ത് മനുഷ്യനോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് ആദ്യമായി ഈ ഷഹാദത്ത് നിർവഹിച്ചത് അള്ളാഹുവാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഷഹിദല്ലാഹ് അന്നഹു ലാ ഇലാഹ ഇല്ലാഹു. ലാ ഇലാഹ ഇല്ലാഹു എന്ന കാര്യം അതിന് അള്ളാഹു സാക്ഷിയാണ്. അള്ളാഹു പറയുന്നു, ഞാൻ മാത്രമാണ് ആരാധ്യൻ. അതൊരു വസ്തുതയാണ്. അള്ളാഹുവിന് മാത്രമേ അതിന്റെ യോഗ്യതയുള്ളൂ, അതിന്റെ അർഹതയുള്ളൂ. ആ ഒരു വസ്തുത ആദ്യമായി അള്ളാഹു തആല സാക്ഷ്യപ്പെടുത്തുകയാണ്. തുടർന്നിട്ട് അള്ളാഹു പറയുന്നു, വൽ മലായിക, മലക്കുകളും ആ സാക്ഷ്യം നിർവഹിച്ചിരിക്കുന്നു. വഉലുൽ ഇൽമി, വിവരമുള്ള ആളുകൾ. അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന കാര്യം തിരിച്ചറിഞ്ഞ ആളുകൾ, അവരാണ് ആലിം, അവരാണ് വിവരമുള്ളവർ. അല്ലാതെ അള്ളാഹുവിന് പുറമെ മറ്റ് പലതിനെയും ഇലാഹാക്കുന്ന ആളുകൾ എന്ത് പഠിച്ചാലും അവർ ആലിമല്ല. യഥാർത്ഥ ഇൽമ്, അതിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് തുടങ്ങണം. അപ്പൊ ഒന്നാമത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ആദ്യമായി സാക്ഷ്യം വഹിക്കുന്നത് അള്ളാഹുവാണ്. ഇനി രണ്ടാം കലിമയോ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അള്ളാഹു തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, ഖുൽ അയ്യു ശൈഇൻ അക്ബറു ഷഹാദ, ഏതാണ് ഏറ്റവും വലിയ സാക്ഷ്യവചനം? അള്ളാഹു ചോദിക്കുകയാണ്, ഏറ്റവും വലിയ സാക്ഷ്യമേത്? ഖുലില്ലാഹു ഷഹീദും ബൈനി വബൈനക്കും, എനിക്കും നിങ്ങളുടെയും ഇടക്ക് അള്ളാഹുവാണ് സാക്ഷി. ഞാൻ റസൂലാണ് എന്നതിന് അള്ളാഹു സാക്ഷി. എന്നെ റസൂലാക്കിയത് അള്ളാഹുവാണ്, എന്നെ നബിയാക്കിയത് അള്ളാഹുവാണ്, എന്റെ അടുത്ത് ജിബ്രീലിനെ പറഞ്ഞയച്ചത് അള്ളാഹുവാണ്, എനിക്ക് വഹയി തന്നത് അള്ളാഹുവാണ്, എനിക്ക് ഖുർആൻ ഇറക്കിയത് അള്ളാഹുവാണ്. അള്ളാഹു അതിന് സാക്ഷിയാണ്. ഒന്നാമത്തെ സാക്ഷി അള്ളാഹുവാണ്. അപ്പൊ ഷഹാദത്ത് കലിമ രണ്ടും അള്ളാഹു തആല ആദ്യമായി സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മനുഷ്യനോട് ആവശ്യപ്പെടുകയാണ്. മനുഷ്യനോട് എങ്ങനെയാ ആവശ്യപ്പെട്ടത്? നമ്മളോട് ഖുർആൻ ഇറക്കി, അംബിയാ മുർസലീങ്ങളെ പറഞ്ഞയച്ചു. അല്ല, അതിനു മുമ്പ് അള്ളാഹ് നേരിട്ട് പറഞ്ഞു. നമ്മളോടൊക്കെ അള്ളാഹു നേരിട്ട് പറഞ്ഞു ഈ കാര്യം. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അലസ്തു ബി റബ്ബിക്കും, അള്ളാഹ് ചോദിച്ചതാ നമ്മളോട്. ആലമുൽ അർവാഹിൽ വെച്ച്, റൂഹുകളുടെ ലോകത്ത് വെച്ച്, നമ്മളിപ്പോ ശരീരത്തിന്റെ ലോകത്തിലാ, റൂഹുകളുടെ ലോകത്ത് വെച്ച് അള്ളാഹു നമ്മോട് ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ആ ചോദ്യം ആവർത്തിക്കും അല്ലാഹ് ഖബറിൽ വെച്ച്, മൻ റബ്ബുക, അള്ളാഹുവിന്റെ മലക്കുകളെ പറഞ്ഞയച്ചുകൊണ്ട്. അങ്ങനെ ആലമുൽ അർവാഹിൽ വെച്ച് ഖാലു, ജനങ്ങൾ പറഞ്ഞു, ബലാ ഷഹിദിന, അതേ നാഥ, ഞങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ഷഹാദത്ത് അവിടെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഏതൊരു മനുഷ്യനെയും പ്രസവിക്കപ്പെടുന്നത് ആ ഒരു പ്രകൃതത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പൂർണ്ണമായി നമുക്ക് ഓർമ്മയില്ല,
ഈ ശരീരത്തിന്റെ ലോകത്ത് വെച്ച് ആലമുൽ അർവാഹിൽ നടന്ന സംഗതി പൂർണ്ണമായി നമുക്ക് ഓർമ്മയില്ല. ശരീരത്തിന്റെ ലോകത്ത് നടന്നത് തന്നെ ഓർമ്മയുണ്ടോ? നമുക്ക് പാല് കുടിച്ചത് ഓർമ്മയുണ്ടോ? ഗർഭാശയത്തിൽ കിടന്നത് ഓർമ്മയുണ്ടോ? നമ്മൾക്ക് തമ്മീസാകുന്നതിന് മുമ്പ്, വകതിരിവെത്തുന്നതിന് മുമ്പ് എന്തെല്ലാം നമ്മുടെ കുട്ടിക്കാലത്ത് കഴിഞ്ഞു പോയി ഓർമ്മയുണ്ടോ? ഒന്നും ഓർമ്മയില്ല. ഇനി വകതിരിവെത്തി പ്രായപൂർത്തിയായി കൊല്ലക്കണക്കിന് ജീവിച്ചു, എന്നിട്ട് തന്നെ പൂർണ്ണമായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല. എന്നിട്ടാണോ ഇപ്പോ ആലമുൽ അർവാഹിൽ വെച്ച് നടന്നത് നമുക്ക് ഓർമ്മയുണ്ടാകാൻ? പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യന്റെ ഫിത്രത്തിൽ അത് ഉൾക്കൊള്ളുന്നുണ്ട്. ആ ഒരു ബോധം, എനിക്കൊരു സൃഷ്ടാവുണ്ട്, ഒരു നാഥനുണ്ട് എന്ന ചിന്ത മനുഷ്യനുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇനി ഇത് ഓർമ്മയാകുന്ന ഒരു സമയമുണ്ട്. അത് ഈ ലോകത്ത് നിന്ന് നമ്മൾ പോകണം, അഥവാ പരീക്ഷ കഴിയണം, മരിച്ചു പോകണം. അപ്പോ ഓർമ്മ ഉണ്ടാകും. ഏതായാലും പ്രകൃതത്തിൽ അല്ലാഹു തആല ഈ ഓർമ്മ ഉൾപ്പെടുത്തിയത്, ഈ കരാറ് ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു വാങ്ങിയത് എന്തിനാണ്? അല്ലാഹ് തന്നെ പറയുന്നു, അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. ഞങ്ങൾക്കിതൊന്നും മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾ പറയാതിരിക്കാൻ. നമ്മൾ സാധാരണ പറയാറില്ലേ, ഒന്നും അറിയാത്ത കുറെ ആളുകൾ ഉണ്ടല്ലോ, അവർക്ക് എങ്ങനെ തൗഹീദ് കിട്ടുക? റസൂലിനെ പറഞ്ഞയച്ചതും കിതാബ് കൊടുത്തതും പ്രബോധനം ചെയ്യുന്നതും ഒക്കെ ഈ ബോധത്തിന്റെ പുറമെയാണ്. പ്രകൃതിപരമായ ഈ ബോധവും കണ്ടെത്താനുള്ള കഴിവും അതിന്റെ സാഹചര്യവും അല്ലാഹു തആല മുഴുവൻ ആളുകൾക്കും ആദ്യമേ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിത് അറിഞ്ഞില്ല എന്ന് ആർക്കും പറയാൻ പറ്റാത്ത ചുറ്റുപാട് മനുഷ്യന്റെ സൃഷ്ടിപ്പിലെ ഉണ്ട് എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. ഔ തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബൽ. ഞങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ പിതാക്കന്മാർ ശിർക്കിലകപ്പെട്ടു പോയി. വകുന്നാ ദുർരിയത്തൻ മിൻ ബഅദിഹിം. അവരുടെ ശേഷം സന്താനങ്ങളായി ഞങ്ങൾ വന്നു. അഫതുഹ്ലികനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ. ആ നിരർത്ഥവാദികൾ, ആ ബാത്തിലിന്റെ ആളുകൾ, അവർ ചെയ്തത് കൊണ്ട് ഞങ്ങളെ ശിക്ഷിക്കുകയാണോ എന്ന് നാളെ ആഖിറത്തിലെത്തിയിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ പറയാതിരിക്കാൻ വേണ്ടിയാണ് ഓരോ മനുഷ്യനും മനുഷ്യൻ എന്ന നിലക്ക് അവന്റെ പ്രകൃതത്തിൽ തന്നെ അല്ലാഹു ഈ ഏകദൈവ ബോധം ഉൾപ്പെടുത്തിയത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തരികയാണ്. അപ്പൊ നമുക്ക് പൂർണ്ണമായി ഓർമ്മയുണ്ടാകാൻ സാധ്യതയില്ല. പരീക്ഷയുടെ സ്വഭാവം അങ്ങനെയാണല്ലോ. ഇവിടെ പരീക്ഷയാണ്. തൗഹീദും ശിർക്കുമാണ് മെയിനായിട്ടുള്ള ചോദ്യം. പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോ തെറ്റുത്തരം എഴുതിയാൽ അപ്പൊ തന്നെ അധ്യാപകൻ തിരുത്തി കൊടുക്കുകയാണ് അടുത്ത് നിന്നിട്ട്, അത് തെറ്റാണ്, ശരി എന്നതാണ്. പരീക്ഷയാവൂല. ഇനി അതല്ല, പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോ പുസ്തകം എടുത്തങ്ങ് കൈ കൊടുത്ത് ഇതിലൊക്കെ എഴുതിക്കോ, എന്നാലും പരീക്ഷയാവൂല. അതുകൊണ്ട് തന്നെ ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു തആല മനുഷ്യന് ക്ലാസ് എടുത്തു, അവനോട് കരാറ് വാങ്ങി. ആ കരാറിന്റെ ബാക്കി ഭാഗം, അതിന്റെ പ്രതിഫലനം മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ തന്നെ അല്ലാഹു തആല അവന്റെ പ്രകൃതത്തിൽ ഉൾപ്പെടുത്തി. പക്ഷെ ആ പ്രകൃതത്തെ മുഴുവനും മായ്ച്ചു കളയാൻ പാകത്തിലുള്ള, അതിനെ മുഴുവനും മറികടക്കാൻ പാകത്തിലുള്ള വശ്യതയും ആകർഷണീയതയും ഈ പ്രകൃതിയിലുണ്ടായി. അതിലാരാണ് വിജയിക്കുന്നത്, ആരാണ് പരാജയപ്പെടുന്നത്? വിജയിക്കാൻ വേണ്ടി കുറെ കൂടി അല്ലാഹു തആല എളുപ്പമാർഗങ്ങൾ ഉണ്ടാക്കി. അതാണ് അംബിയാ മുർസലീങ്ങൾ അയച്ചത്, കിതാബുകൾ നൽകിയത്, പ്രബോധനങ്ങൾ തന്നത്. അതുപോലെ തന്നെ ഈ പ്രകൃതിയിലുള്ള വസ്തുക്കളെ നോക്കിയിട്ട് നിങ്ങൾ എന്നെ കണ്ടെത്തണം, ഞാനാണ് ഇലാഹി എന്ന കാര്യം മനസ്സിലാക്കണമെന്ന് അടിക്കടി അല്ലാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ഇതൊന്നും വേണ്ട, എന്നിട്ട് ശിർക്കിലേക്ക് തന്നെ ആപതിച്ചു പോവുകയാണെങ്കിൽ അവൻ തന്നെയാണ് പരാജയപ്പെട്ടു പോകുന്നത്. അതിന്റെ ഉത്തരവാദിത്വം അവനാണ്. അതുപോലെ മനുഷ്യൻ ഏറ്റെടുത്തതാണിത്. ഞാൻ നിന്റെ അടിമയായി ഏകദൈവമായി നിന്നെ സ്വീകരിച്ച് നിന്റെ ആജ്ഞയനുസരിച്ച് ജീവിച്ചോളാമെന്ന്. അള്ളാഹുവിന് രണ്ടു തരം അനുസരണങ്ങൾ നടക്കുന്നു, നാം എമ്പാടും കേട്ടതാണ്. ഒരനുസരണം ഖഹ്രിയാണ്, നിർബന്ധപൂർവമുള്ള, വ്യതിചലിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അനുസരണം. അതാണ് ഇവിടെ സൂര്യനും ചന്ദ്രനും ഭൂമിയും
സകല സൃഷ്ടികളും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിന്റെ മലക്കുകൾ വരെ. എന്നാൽ അള്ളാഹു ഒരു സൃഷ്ടിയെ അവന്റെ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് കൂടി അള്ളാഹുവിനെ അനുസരിക്കണം, അങ്ങനെ ഒരു സൃഷ്ടി വേണമെന്ന് തീരുമാനിച്ചു. ഈ ഒരാശയം അള്ളാഹു താല സൃഷ്ടി ലോകത്തേക്ക് ഇട്ടു. അള്ളാഹു പറയുന്നു, ഭൂമിക്കും പർവ്വതങ്ങൾക്കും അതുപോലെ ആകാശങ്ങൾക്കും എല്ലാ സൃഷ്ടികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരാശയം അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അങ്ങനെ അവതരിപ്പിച്ചപ്പോൾ അത് ഏറ്റെടുക്കാൻ ഒറ്റയും തയ്യാറായില്ല. പേടിച്ചു പോയി. അവ പറഞ്ഞു, വേണ്ട, ഞങ്ങൾ നിർബന്ധപൂർവം നിന്നെ അനുസരിച്ചു കൊള്ളാം, സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അനുസരിക്കുകയും ഇല്ലാതിരിക്കുകയും ചെയ്യാം, ധിക്കരിക്കുകയും ചെയ്യാമെന്ന ആ ഓപ്ഷൻ ഞങ്ങൾക്ക് വേണ്ട. വഹമലഹൽ ഇൻസാൻ, മനുഷ്യനാണ് അത് ഏറ്റെടുത്തത്. ഇന്നഹു കാന വലൂമൻ ജഹൂല, അതുകൊണ്ട് തന്നെ മനുഷ്യൻ വലൂമൻ ജഹൂലായി പോയി, വിവരം കെട്ടവനായി. ഏറ്റെടുക്കേണ്ടതില്ലായിരുന്നു. അവൻ അതിനുശേഷം അക്രമിയായി മാറുകയാണ്, ആ ഏറ്റെടുത്തതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയാണ്. പക്ഷേ ഈ ഏറ്റെടുത്ത മനുഷ്യനെ അള്ളാഹു വെറുതെയാക്കുന്നില്ല. സ്വർഗത്തിന്റെ ആവശ്യം വന്നത്, നരകത്തിന്റെ ആവശ്യം വന്നത് ഈ ഇഖ്തിയാർ, സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടുള്ള അനുസരണം എന്ന സംഗതി ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ മലയെ ആകാശവും ഭൂമിയൊക്കെ എന്തിനാ സ്വർഗത്തിൽ കൊണ്ടിടുന്നത്? ഒക്കെ അള്ളാന്റെ സൃഷ്ടിയല്ലേ, അള്ള പറഞ്ഞ പണിയെടുക്കുന്നതുമാണ്. പക്ഷെ അത് നിർബന്ധപൂർവമുള്ള അനുസരണമാണ് അവയുടെ ഭാഗത്ത് നിന്നുള്ളത്. നമ്മൾ അങ്ങനല്ല. നമുക്ക് ധിക്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, കഴിവുണ്ട്. അതോടൊപ്പം അനുസരിക്കുകയാണ്. അപ്പോഴാണ് പരീക്ഷയാകുന്നത്, അതിനാണ് സമ്മാനം ആവശ്യമായി വരുന്നത്, അവിടെയാണ് ശിക്ഷ ആവശ്യമായി വരുന്നത്, അതിനാണ് സ്വർഗവും നരകവും. അതുകൊണ്ട് തന്നെ നാളെ മഹ്ശറയിലെത്തിയിട്ട് ശരിക്ക് ആൻസർ കീ കയ്യിൽ കിട്ടി, ദുനിയാവിൽ വെച്ച് വിശ്വസിച്ചത് തെറ്റായിപ്പോയി, ചെയ്തത് തെറ്റായിപ്പോയി എന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ, ഇപ്പോഴാണ് ഞങ്ങൾ കണ്ടറിഞ്ഞത്, കേട്ടറിഞ്ഞത്, ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. ഫർജിഅനാ, ഒന്ന് തിരിച്ചയക്കണം. നഅമൽ സാലിഹൻ, നല്ല ജീവിതം നയിക്കാം. ഇന്നാ മുഖ്തിനൂൻ, ഞങ്ങൾക്ക് ദൃഢവിശ്വാസം വന്നിരിക്കുന്നു. അവിടെയും ആവശ്യപ്പെടുന്നത് ഞങ്ങളെ തിരിച്ചയക്കുന്നത് ഈ സ്വാതന്ത്ര്യ മാനസികാവസ്ഥയോടുകൂടി തന്നെയാകണമെന്നാണ്. മനുഷ്യനാണ് അത് ഏറ്റെടുത്തത്. മനുഷ്യന്റെ മനസാരൂപത്തിൽ തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അല്ലാതെ മരക്കായിട്ട് ഭൂമിയിൽ തിരിച്ചയക്കണം, അല്ലെങ്കിൽ വേറെ വസ്തുക്കളായിട്ട് തിരിച്ചയക്കണം എന്നല്ല മഹ്ശറയിൽ വെച്ച് മനുഷ്യൻ ആവശ്യപ്പെടുന്നത്. ഇതേ അവസ്ഥയിൽ തിരിച്ചയക്കണം, ഞങ്ങൾ നന്നായിക്കൊള്ളാം. വളരെ വ്യക്തമായി ഖുർആൻ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് നാം ഈ ഏറ്റെടുത്ത ഷഹാദത്ത്, അള്ളാഹു ഏകനാണ് എന്ന സാക്ഷ്യവചനം, അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണം. അള്ളാഹുവിലേക്ക് മടങ്ങണം. അള്ളാഹുവാണ് സൃഷ്ടാവ്, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ. അതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ആത്യന്തികമായ മുദ്രാവാക്യം. അതിന് വിരുദ്ധമായാണ് ലോകത്തുള്ള മുഴുവൻ ആശയങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് വിരുദ്ധമായ ആശയങ്ങളെല്ലാം, അതിനെ പൂർണ്ണമായി നഷ്ടപ്പെടുത്തുന്ന ചിന്താഗതികൾ, ബഹുദൈവാരാധനയായി അതിന് കോട്ടം സംഭവിക്കുന്ന ബിദ്അത്തുകൾ, ഇതെല്ലാം ഉണ്ട്. അതിൽ നിന്നെല്ലാം ഒഴിവായി നിന്നുകൊണ്ട് ഒരു വിധത്തിലുള്ള കോട്ടവും എന്റെ ഷഹാദത്തിന് സംഭവിക്കില്ല എന്ന രൂപത്തിലുള്ള നിത്യബോധത്തോടുകൂടി ജീവിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, കറുത്ത ഇരുളുള്ള രാത്രി, പാറയിൽ, കരിമ്പാറയിൽ ചെറിയ ഉറുമ്പ് നടക്കുന്നത് പോലെ തൗഹീദിലേക്ക് ശിർക്ക് അരിച്ചരിച്ച് വരും. അത് ശീലമാകും. ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവൂല. എല്ലാവരും പലതിനെയും ആരാധിക്കുന്നു, ആ കൂട്ടത്തിൽ ഞാൻ അള്ളാഹനെയും ആരാധിക്കുന്നു എന്ന ഒരു ലാഘവത്തിൽ ഇതിനെ കാണും. അങ്ങനെയല്ല. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംരക്ഷണമാണ്. ആ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അതിന് വിരുദ്ധമായ ഒരു ചിന്താഗതിയും ഉണ്ടാകാൻ പാടില്ല.
എല്ലാവരെയും നമുക്ക് ആദരിക്കാം, ഒരാളെയും ആരാധിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ്, ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള സൃഷ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടാൽ നമ്മളോട് കൽപ്പിക്കപ്പെട്ടത് സല്ലല്ലാഹു അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് അല്ലാഹ് നീ കരുണ ചെയ്യണേ എന്ന് റസൂലിന് വേണ്ടി അള്ളാഹുവിനോട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആരോടെങ്കിലും പ്രാർത്ഥിക്കാമായിരുന്നുവെങ്കിൽ റസൂലിനോട് പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷെ ആ റസൂലിന്റെ പേര് കേട്ടാൽ പോലും റസൂലിന് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കുക, നബിമാരുടെ പേര് കേട്ടാൽ അലൈഹിസ്സലാം അവർക്ക് വേണ്ടി അങ്ങോട്ട് പ്രാർത്ഥിക്കുക, അള്ളാന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. സഹാബത്തിന്റെ പേര് കേട്ടാൽ റളിയല്ലാഹു അൻഹു, അള്ളാഹു അവരെ തൃപ്തിപ്പെടുമാറാകട്ടെ, അങ്ങോട്ട് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി അള്ളാഹുവിനോട്. അള്ളാഹു അള്ളാഹുവാണ്, അവന് പകരം വെക്കാൻ ആരുമില്ല. അള്ളാഹു മഹാനാണ്, അവന്റെ ഔസാഫുകൾ, അവന്റെ വിശേഷണങ്ങൾ മറ്റാർക്കും ഇല്ല. അവന്റെ മുന്നിലാണ് അഞ്ചുനേരവും നമ്മൾ സുജൂദ് ചെയ്യുന്നത്, അവനിലാണ് നമ്മൾ തവക്കുലാക്കുന്നത്. പരിപൂർണമായി ഉറച്ച് ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ് ഊസൈക്കും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ലോകത്ത് രണ്ട് ഇനം പണ്ഡിതന്മാരുണ്ട്. ഉലമാഉൽ ഹഖ്, സത്യത്തിന്റെ പണ്ഡിതന്മാർ. അവരുടെ ഡ്യൂട്ടി ജനങ്ങളുടെ അംഗീകാരമല്ല, മറിച്ച് ജനങ്ങൾ എന്ത് വിചാരിച്ചാലും, ജനങ്ങളുടെ കയ്യടി നഷ്ടപ്പെട്ടാലും, അംഗീകാരം നഷ്ടപ്പെട്ടാലും അവരോട് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാം, അപാകതകൾ ചൂണ്ടിക്കാട്ടുക. അവരെ ജനങ്ങൾ ഇഷ്ടപ്പെടില്ല, ഇഷ്ടപ്പെട്ട ചരിത്രമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ഈ സംഗതി തുറന്നു പറഞ്ഞപ്പോൾ മക്കക്കാര് സ്വീകരിച്ചില്ലല്ലോ. ഒട്ടകത്തിന്റെ കുടൽമാലിട്ടതും ചീത്ത വിളിച്ചതും കല്ലെടുത്തെറിഞ്ഞതും ഒക്കെ, ഭ്രാന്തനെന്ന് വിളിച്ചതും ഒക്കെ നമുക്കറിയാലോ. നേരെ മറിച്ച് ജനങ്ങൾ എന്താണോ കൊണ്ടു നടക്കുന്നത് അതിന് വെള്ള പൂശി അവരുടെ കൂടെ നിന്നു കൊടുക്കുകയാണെങ്കിൽ ആലിം പെട്ടെന്ന് ഓറാകും, ഓറെന്ന് വിളിക്കും. അവർ വരുന്നത് കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആദരിക്കും. അങ്ങനെ പല വിധത്തിലുള്ള ബഹുമാനവും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടും. ജനങ്ങൾക്ക് ഈ രണ്ട് വിഭാഗത്തെയും തിരിച്ചറിയാനുള്ള സാഹചര്യം പോലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എത്രത്തോളം ആളുകളെ ചൂഷണം ചെയ്യുന്നുണ്ടോ അവരെയാണ് ജനങ്ങൾക്ക് വേണ്ടത്. എത്രത്തോളം ആളുകളോട് ശരി പറഞ്ഞു കൊടുക്കുന്നുവോ അവരോട് വെറുപ്പാണ്, അവർ വഴികേടിലാണ്, വലാലത്തിലാണ് എന്ന ചിന്തയിലാണ് ജനങ്ങൾ. നമുക്ക് നമ്മുടെ മുൻഗാമികളെ എടുക്കാം. ആളുകളുടെ ആശീർവാദത്തോടു കൂടി ജീവിച്ച പണ്ഡിതന്മാരാരാ? ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞെരിവട്ടം അടി കിട്ടിയിട്ടുണ്ട് ഇമാം മാലിക്കിന്. അടിച്ചടിച്ച് ശരീരമാസകലം വേദന അനുഭവിച്ച മഹാപണ്ഡിതനാണ് ഇമാം മാലിക്. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി, അദ്ദേഹം പലവരും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. ജനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അതുപോലെ വെള്ളപൂശി നടന്നാൽ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. സ്വത്ത് തർക്കത്തിലല്ല, സത്യം പറഞ്ഞതിന്റെ പേരില. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലിൽ ചങ്ങലക്കിട്ടിട്ട് യമൻ ജയിലിൽ വെച്ച് ഹാറൂൻ റഷീദിന്റെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. അദ്ദേഹം സത്യം പറയുന്ന കൂട്ടത്തിലായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ ജയിലിൽ അടച്ചിട്ടുണ്ട്. ഇതാണ് മുൻഗാമികളായ പണ്ഡിതന്മാരുടെ ചരിത്രം. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി
അദ്ദേഹം മരണപ്പെട്ടത് തന്നെ ജയിലിൽ വെച്ചാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിച്ചിരിക്കുന്ന കാലത്ത് സമകാലികരായ ആളുകൾ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ വരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഈ രൂപത്തിൽ ത്യാഗം സഹിച്ചവരാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ. ഇബ്നു ഹജറുൽ അസ്ഖലാനി, അതിനൊക്കെ ശേഷമുള്ളവർ, അവരെ എതിർക്കപ്പെട്ടിട്ടുണ്ട്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി, രണ്ടാം ഷാഫി എന്ന് പറയുന്ന ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതൻ, മിൻഹാജിന്റെ മുസന്നിഫ്, അദ്ദേഹത്തെയൊക്കെ വളരെയേറെ എതിർക്കപ്പെട്ടിട്ടുണ്ട്. എന്താ കാര്യം? സത്യം പറഞ്ഞു, ജനങ്ങളോട് സത്യം പറഞ്ഞു, കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ബിദ്അത്തുകൾ നടക്കുകയാണ് നാട്ടിൽ. ഇത് ബിദ്അത്താണ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇഷ്ടപ്പെടൂല. നിങ്ങൾ ഈ ചെയ്യുന്നതിന് ഇസ്ലാമിൽ തെളിവുണ്ട് എന്ന് അവരുടെ കൂടെ നിന്ന് പറഞ്ഞു കൊടുത്താൽ അവരൊരുപാട് അംഗീകാരം നൽകും, പൈസ തരും, അവരെ ബഹുമാനിക്കും, അവരാദരിക്കും. പക്ഷെ അത് ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് വരെ മാത്രമേ ഉണ്ടാവൂ. അള്ളാഹുവിനൊരു കോടതിയുണ്ട്. ആ കോടതിയിലെത്തിയാൽ ഖുർആൻ അനുസരിച്ചാലാണോ പറഞ്ഞത്, ഹദീസ് അനുസരിച്ചാലാണോ പറഞ്ഞത്, ദീനും നാട്ടു നടപ്പും രണ്ടാകുമ്പോ ദീനിന്റെ പക്ഷത്താരാണോ നിന്നത്, അവരെ മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഷഹാദത്ത് കലിമയുടെ ഭാഗം, ഏറ്റവും ഗൗരവമുള്ള ആ ഭാഗം കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിനുള്ള പണ്ഡിത സഭ നമ്മുടെ കേരളക്കരയിലുണ്ട്. അതിന്റെ വാർഷികം നടക്കാൻ പോവുകയാണ്. എല്ലാവരും അത് കണക്കിലെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സത്യം മനസ്സിലാക്കി സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അസത്യത്തെ അസത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ റസൂലിന്റെ സുന്നത്ത് കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന ഉത്തമ സമുദായത്തിലെ അംഗങ്ങളായി പരിവർത്തനപ്പെടുത്തണേ റഹ്മാനെ. ബിദ്അത്തിനെ സ്വന്തം ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നാട്ടിൽ നിന്നും നിർമാർജനം ചെയ്യാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, നീ നൽകിയ എല്ലാവിധ അനുഗ്രഹങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. നീ വിധിച്ച എല്ലാവിധ ശർറുകളെ തൊട്ടും കാത്ത് രക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അപാകതകളെല്ലാം പുറത്ത് മാഫാക്കി തരണേ റഹ്മാനെ. നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെട്ട് സജ്ജനങ്ങളോടുകൂടി സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.